എല്ലാം ഒഴിവാക്കേണ്ടതൊന്നുമില്ല. കേരള രാഷ്ട്രീയമൊക്കെ ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ടല്ലോ പടത്തിൽ, അതൊക്കെ എല്ലാവരെയും കളിയാക്കിയിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും കളിയാക്കി, 3 പാർട്ടിക്കാരെയും കളിയാക്കിയിട്ടുണ്ട്. ഒരാളിനെ മാത്രമായിട്ട് എല്ലാ തിരക്കഥ നല്ല സൂപ്പറായിട്ട് എല്ലാവരെയും കളിയാക്കി. മോഹൻലാൽ തകർത്തു. എങ്ങനെയുണ്ട്? മോഹൻലാൽ പറയേണ്ട കാര്യമില്ല. മോഹൻലാൽ ആശിപ്പില്ല, അത് ചെയ്യേണ്ട എല്ലാ കാര്യവും. പക്ഷേ തിരക്കഥയിൽ 3 പാർട്ടിക്കാരെ നല്ലപോലെ ഓരോ പാർട്ടിക്കാരെ എടുത്തെടുത്തതിന് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ ഒരുപാട് ഭയങ്കര പ്രശ്നമൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ന്യൂസിലൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഒരു പാർട്ടിക്കാരെ അതിന് കാര്യമില്ല. 3 പാർട്ടിക്കാരെയും കളിയാക്കിയിട്ടില്ല. അതിന് കാര്യമില്ല. 3 പാർട്ടിക്കാരെയും കളിയാക്കിയില്ല. ഒരാളിനെ മാത്രം ഒഴിവാക്കിയിട്ടില്ല. ഡയറക്ഷനൊക്കെ എങ്ങനെയുണ്ട് പൃഥ്വിരാജിന്റെ? നല്ല പടം, എല്ലാം കൂടെ നല്ല പടം. ലാലേട്ടനൊക്കെ പൊളിച്ചു വെക്കുന്നു. നല്ല പടം. ഇതിന്റെ ഒരു രാഷ്ട്രീയം ഭയങ്കര ചർച്ചയാവുന്നുണ്ട്. ഇതിൽ കാണാൻ സിനിമയല്ലേ, സിനിമയായിട്ട് കണ്ട നല്ല പടം. ഇത് ഓവർ എക്സ്പെക്ടേഷൻ വെച്ച് പോകുന്നോണ്ടുള്ള പ്രശ്നമാണ്. ഞാൻ കണ്ട വെച്ച് കിടിലം മേക്കിങ്ങും കിടിലും എല്ലാം കിടിലം പടമാണ്. പക്ഷെ ലൂസിഫർ അതിൻ്റെതായ മാർക്കുണ്ട്, എമ്പുരാൻ അതിൻ്റെതായ മാർക്ക്. അതിൽ കൊള്ളാം, അടിപൊളി പടം. ക്യാമറ ബീജി ഒക്കെ എങ്ങനെയുണ്ട്? ടെക്നിക്കൽ ഇഷ്ടപ്പെട്ടു. BGM ഒക്കെ വെറും പോയി. ക്യാമറ മേക്കിങ്ങിനൊന്നും ഒരു പരാതിയില്ല, അതൊക്കെ അടിപൊളിയാണ്. മോഹൻലാലും മഞ്ജു വാര്യരും എല്ലാവരും എങ്ങനെയുണ്ട്? അവര് 3 പേരും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. സൂപ്പർ മൂവി. പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ എങ്ങനെയുണ്ട്? പുള്ളി അടിപൊളി. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരുടെയും? എനിക്ക് 100% ഇഷ്ടപ്പെട്ടു. സൂപ്പർ ആണ്. അടിപൊളി. മോഹൻലാലൊക്കെ എങ്ങനെയുണ്ട്? തകർത്താ? പ്രോപ്പർ സിനിമയാണ് ബ്രോ. തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട. നെഗറ്റീവ്സ് ഒക്കെ കുറേയൊക്കെ ചുമ്മാ കിട്ടില്ല മാത്രം. മ്യൂസിക് ഒന്നും ഒരു കുഴപ്പമില്ല, പ്രോപ്പർ. ഇവിടെ എങ്ങനെയുണ്ട്? എമ്പുരാൻ എങ്ങനെയുണ്ട്? എമ്പുരാൻ എങ്ങനെ? ലൂസിഫറിൽ നിന്ന് എമ്പുരാനിലോട്ട് വന്നപ്പോ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? നീ ലാലേട്ടിന്റെ ഒരു മാസ് ഇൻട്രോയും കാര്യമൊക്കെ എങ്ങനെയുണ്ട്? ഇത് ഓക്കെ ചെയ്തിട്ട് പടം പോയി കണ്ടാൽ മതി, മനസ്സിലായി. ഞാൻ കണ്ടിരുന്നു. നിങ്ങളുടെ ഒരു അഭിപ്രായം ചോദിക്കാതെ ഞാൻ കണ്ടുകൊടുക്കുന്നില്ല. മ്യൂസിക്കും ക്യാമറയൊക്കെ ഇഷ്ടപ്പെട്ടോ? ഫാമിലി ആയിട്ട് ഒരിക്കലും ലൂസിഫറിൽ നിന്ന് എമ്പുരാനിലോട്ട് വന്നിട്ട് ക്ലാസ് മേക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. പക്കാ മേക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? വേറെ ലെവലാണ്. സൂപ്പർ സിനിമ. മൊത്തത്തിൽ മേക്കിംഗ് ഒക്കെ ഹെവിയാണ്. ഒരുപാട് നെഗറ്റീവ് ഒക്കെ വരുന്നുണ്ടല്ലോ. അതൊക്കെ വെറുതെ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം, നമ്മൾ വാച്ച് ചെയ്യാം, അപ്പൊ മനസ്സിലാവും. ഓക്കെ, നല്ല പടം. വെരി വെൽ ആർട്ടിക്കുലേറ്റഡ്. മേക്കിംഗ് എല്ലാം പ്രോബ്ലംസ് ആണ്. വെരി ഗുഡ്. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരുടെയും? നല്ലതാണ്. ഐ തിങ്ക് ഇറ്റ്സ് എ ന്യൂ ബെഞ്ച്മാർക്ക് മലയാളത്തിൽ. എങ്ങനെയുണ്ടായിരുന്നു മൂവി? എങ്ങനെയുണ്ട്? മോഹൻലാൽ സിനിമാറ്റോഗ്രാഫി ഒരു രക്ഷയില്ല. ആൻഡ് കാസ്റ്റിംഗും ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ഇത്രയും ഒരു ഹേറ്റ് ക്യാമ്പയിൻ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഇത് കൂടുതൽ ഹോളിവുഡ് രീതിയിൽ മേക്ക് ചെയ്തേക്കുന്ന മൂവിയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള തിയേറ്ററിൽ വന്നിട്ട് ആ മൂവി കാണും. ഓഡിയോ ഐ തിങ്ക് അതിൻ്റെ ഒരു സെൻട്രൽ സീറ്റിൽ എനിക്ക് കിട്ടി. ഫോർച്ചുനേറ്റ്ലി ഞാൻ നല്ല വാച്ചിങ് എക്സ്പീരിയൻസ് ആണ്. ഇതിന്റെ പൊളിറ്റിക്സ് ഇപ്പോൾ ഭയങ്കര ചർച്ചാ വിഷയം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സിനിമയിലെ പൊളിറ്റിക്സ് അതിനെക്കുറിച്ച് എന്താണ്? ഐ തിങ്ക് എൻറ്റയർ സാറ്റയറാണ്. ഒരു ഫിക്സഡ് പാർട്ടി പോലെ അങ്ങനെയൊന്നും അല്ല. ഇതിനകത്ത് ഈ മൂവി നമ്മൾ വാച്ച് ചെയ്താൽ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ പ്ലസ് ആൻഡ് മൈനസ് അതിനകത്ത് കാണിക്കുന്നുണ്ട്. എനിക്ക് വേറെ പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്യുന്നു. മേക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? ഡയറക്ഷനൊക്കെ എല്ലാം അടിപൊളിയാണ്. ഹൈപ്പ് പോലെ തന്നെ പടം അടിപൊളിയാണ്. മഞ്ജു വാര്യരും മോഹൻലാലും ഒക്കെ അടിപൊളിയായിരുന്നു. പൃഥ്വിരാജിന്റെ മേക്കിംഗ് എങ്ങനെയുണ്ട്?